ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്രാ പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രഖ്യാപനം മന്ത്രിസഭ അംഗീകരിച്ചു. കൂടുതൽ സർവീസുകളിലേക്ക് നീട്ടുന്നത് പഠിച്ച ശേഷമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവും വന്നു. ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. ജൂൺ 15 തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. അതിഥികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇനി KSRTCയിൽ അവർ വിപ്ലവകരമായൊരു തീരുമാനം നടപ്പാക്കുമ്പോൾ 15 മുതൽ സംഭവിക്കാൻ പോകുന്നത്? കോൺഗ്രസ് നേതാവ് J. സഹിൽ ചേരുന്നുണ്ട്. ഒപ്പം ചിന്താ ജെറോമുണ്ട്. MG രാഹുൽ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധി കൂടി ചേരുന്നു. അതിന് മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി R. അനന്തകൃഷ്ണനിലേക്ക് പോകുന്നതാണ്. അനന്തൻ, വലിയ സാമ്പത്തിക ബാധ്യത KSRTCയുടെ ഞെരുക്കമെന്നത് പറഞ്ഞാരെയും ബോധിപ്പിക്കേണ്ടതില്ല. പകൽ പോലെ വ്യക്തമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഒരു പ്രഖ്യാപനം 15 തീയതി മുതൽ നടപ്പാക്കാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്ന അധിക ബാധ്യത അതങ്ങനെ റെക്ടിഫൈ ചെയ്യും. അവിടെ ധനവകുപ്പ്, അതായത് മുഖ്യമന്ത്രി തന്നെ വഹിക്കുന്ന ധനവകുപ്പിൻ്റെ റോൾ, ധനവകുപ്പ് പാസ്സാക്കണം ഒക്കെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് വരുന്ന ഒരു ഉറപ്പ് സംബന്ധിച്ച് എന്താണ് വിലയിരുത്തൽ? പ്രതീക്ഷ, UDFിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ആ പ്രഖ്യാപനം നടത്തുമ്പോൾ ഏത് രീതിയിലുള്ള മാനദണ്ഡങ്ങളാണ് ഇതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നില്ല. അപ്പോൾ ത്രൂ ഔട്ട് ദ സർവീസ് എന്നുള്ളതായിരുന്നു സ്ത്രീകൾ പ്രത്യേകിച്ച് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല, ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് മുഖ്യമന്ത്രി VD സതീശനും ആ രീതിയിലാണ് ഈ സ്ത്രീകളോട് സംസാരിച്ചത്. നിങ്ങൾക്ക് മൂന്നാറിലും വെള്ളാങ്കണ്ണിലും ഒക്കെ ഇനി സൗജന്യമായി വിനോദയാത്രയ്ക്ക് പോകാം, തീർത്ഥാടനത്തിന് പോകാം എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ തന്നെ പൊതുവിൽ ചർച്ച ഉയർന്നത് ഇതെങ്ങനെ KSRTC വലിയ നഷ്ടത്തിൽ പോകുമ്പോൾ ഇങ്ങനെ ഈ സൗജന്യ യാത്ര എങ്ങനെ അഫോർഡബിൾ ആകും എന്നുള്ളതാണ്. അപ്പോൾ പല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഓർഡിനറി ബസ്സിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ തന്നെ സർക്കാർ, മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചത് 800 കോടി ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 800 കോടി എന്നുള്ളത് പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ്. അതിനപ്പുറത്തേക്ക് KSRTCക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിനുള്ള പോംവഴി എന്ന നിലയ്ക്ക് തൽക്കാലം സർക്കാർ 800 കോടി ഈ ഓർഡിനറി ബസ്സിലെ സൗജന്യ യാത്രയ്ക്ക്, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും സൗജന്യ യാത്രയ്ക്ക് നൽകുകയാണ്. 6 മാസം കൊണ്ട് പുതിയ പ്രോജക്റ്റുകൾ KSRTC കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള ഈ കളക്ഷൻ അല്ലാതെ കളക്ഷൻ ഇതര, സർവീസ് ഇതര മറ്റ് മാർഗങ്ങളിലൂടെ സാമ്പത്തിക ശേഷി ഉയർത്താൻ, വരുമാനം ഉയർത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ 6 മാസത്തിനകം നമുക്കറിയാം പല ഘട്ടങ്ങളിലും KSRTC മറ്റ് രീതിയിലുള്ള വരുമാനങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്, കൊറിയർ അടക്കം. അപ്പോൾ അതിൽ എത്രത്തോളം വിജയിച്ചു എന്നുള്ള കാര്യവും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ 6 മാസം കൊണ്ട് പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ് ആവിഷ്കരിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ഇതിനകത്തെ കൗതുകം. അങ്ങനെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിലവിൽ ഓർഡിനറി ബസ്സിൽ ഒതുങ്ങുന്ന ഈ സൗജന്യ യാത്ര കൂടുതൽ വിപുലപ്പെടുത്തും എന്നുള്ള സൂചനകൾ കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ സൗജന്യ യാത്ര പരീക്ഷണാടിസ്ഥാനത്തിലാണോ, ഇത്ര അതിനൊരു സമയപരിധി വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. നിലവിൽ അടുത്ത ഒരു ഘട്ടം വരെ ഓർഡിനറി ബസ്സിലായിരിക്കും സൗജന്യ യാത്ര. അതിൻ്റെ നഷ്ടമായ 800 കോടിയോളം രൂപ സർക്കാർ ഇപ്പോൾ കൊടുക്കുന്ന 1500 കോടി കൂടാതെ KSRTCക്ക് നൽകും എന്നാണ്. അങ്ങനെയാണ് ഇതിൻ്റെ നഷ്ടം നികത്താൻ തൽക്കാലം ഉദ്ദേശിക്കുന്നത്. ശരി, R. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീ അതിഥികളിലേക്ക് ശ്രീ J. സഹിൽ, അപ്പോൾ ഈ തൊട്ടാൽ പൊള്ളുന്ന ഒരു ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ടാണ്, ആ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് സർക്കാർ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപ്പ് മാർഗത്തിലേക്ക് ആദ്യം വരുന്നത്. അപ്പോൾ ഇവിടെ ഉപാധികളൊന്നുമില്ലാതെയാണ് ആദ്യഘട്ടത്തിൽ എന്ന വണ്ണം പോകുന്നത്. പക്ഷേ ഇത് എത്ര നാൾ പരീക്ഷണാടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഒരു കാര്യത്തിലേക്ക് പോകുന്നില്ല. കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുമോ എന്നടക്കം ഒരു കാര്യവും പറയുന്നില്ല.
പക്ഷേ എങ്ങനെയാണ് ഇതൊരു മുഖമുദ്രയായി കണ്ടുകൊണ്ടാണോ ഇതൊരു നീണ്ടകാലത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിലേക്കുള്ള ഒരു നിലനിൽപ്പുണ്ടാകുമോ? എന്താണ് പൊതുജനങ്ങളോട് പറയാനുള്ളത്? വലിയ കയ്യടിയോടുകൂടിയാണ് സ്ത്രീകൾ ഇന്ന് ഈ ഒരു പ്രഖ്യാപനത്തെ വരവേൽക്കുന്നത്. അതുകൊണ്ടുകൂടി തീർച്ചയായിട്ടും നമ്മുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേരളത്തിലേക്ക് കടന്നു വന്ന് ബഹുമാന്യ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി വളരെ കൃത്യമായി ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പാണ് ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ളത്. ആ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറയുന്ന സങ്കല്പം അത് വരുന്ന UDF ഗവൺമെൻറ് അത് കൃത്യമായി ചെയ്തിരിക്കുമെന്നുള്ളൊരു സൂചന ആദ്യമേ നൽകിയിരുന്നു. അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ VD സതീശൻ അവർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ കൃത്യമായി അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്ന് സമ്മതിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്ത കാര്യമാണ്. അതൊരു ഉറപ്പാണ്, ജനങ്ങൾക്ക് നൽകിയ ഉറപ്പാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കൊടുത്തിട്ടുള്ള മാനിഫെസ്റ്റോ അനുസരിച്ച് കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് പ്രതിപക്ഷത്തിരുന്ന് ജനങ്ങൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും കൃത്യമായ പഠനം നടത്തി ബഹുമാനപ്പെട്ട എം പി ബെന്നി ബെഹനാൻ MPയുടെ നേതൃത്വത്തിൽ ആ മാനിഫെസ്റ്റോ കമ്മിറ്റി വളരെ കൃത്യമായി തന്നെ ഒരു പഠനം 10 വർഷക്കാലമായി ജനങ്ങൾ ഓരോ മേഖലയിൽ അനുഭവിച്ചിരുന്ന ദുരിതവും ദുഃഖവും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കേൾക്കുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരുടെ പ്രയാസങ്ങൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെ അതിന് കൃത്യമായ പഠനമാണ് കോൺഗ്രസ് ഇറക്കിയ മാനിഫെസ്റ്റോ എന്ന് ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കാം. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിന് മുന്നിലായി കേന്ദ്രത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ AICC നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുവാനായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ്. ആ പദ്ധതിയുടെ തുടക്കം എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ പറയുന്നത് പോലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര നമ്മളിപ്പോൾ അനുഭവിച്ചിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്തായിരുന്നു പ്രചരണം ഉണ്ടായിരുന്നത്? ഈ പറയുന്നത് പോലെ ഇടതുപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പല മാധ്യമങ്ങളിൽ ഇരുന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കേട്ടതാണ്. ആ ഓർഡിനറി ബസ്സിൽ അത് നിശ്ചിത കിലോമീറ്റർ ആയിരിക്കും, 5 കിലോമീറ്ററിനപ്പുറം അവർക്ക് കൊടുക്കാൻ കഴിയില്ല, ഇത് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടുന്ന ഒരു പദ്ധതിയായി മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ വളരെ കൃത്യമായി പറയുന്നു, ഏതൊരു പദ്ധതി നടപ്പിലാക്കണമെങ്കിലും അതിൻ്റെതായ കാലതാമസവും സമയവും എടുക്കും. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിലേക്ക് കയറിയിട്ട് കൃത്യം 1 മാസം പോലും തികയുന്നില്ല. ആ 1 മാസം തികയുന്നതിന് മുമ്പായിട്ട് ജൂൺ 15-ാം തീയതി മുതൽ ഈ പദ്ധതി ജനങ്ങളുടെ മുന്നിലേക്ക് ആദ്യഘട്ടമെന്നുള്ള നിലയിൽ തുറന്ന് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ജൂൺ 15-ാം തീയതി ആദ്യഘട്ടമെന്നുള്ള നിലയിൽ ഈ ഓർഡിനറി ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. ആ സൗജന്യ യാത്രയ്ക്ക് കിലോമീറ്ററിന്റെ പരിമിതി ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ പറയുന്നത് പോലെ തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ചിന്താ ജെറോം കൂടി ചേരുന്നുണ്ട്, CPM നേതാവ്. ചിന്ത, അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ വാക്കെന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് എന്ന് വാക്ക് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പല പത്രസമ്മേളനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയ കാലത്തിനിടയിൽ. അപ്പോൾ ആ ചുരുങ്ങിയ കാലയളവ്, ഒരു ഹണിമൂൺ പീരീഡ്, നമുക്കറിയാമല്ലോ ഹണിമൂൺ കാലഘട്ട സർക്കാർ എന്ന് പറയുമ്പോൾ 100 days ആണ്. അതിനുള്ളിൽ തന്നെ വളരെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നിലപാടിനെ ടച്ച് ചെയ്യുമ്പോൾ കൈയടിക്കുന്നുണ്ടോ പ്രതിപക്ഷം? ഇത് വളരെ വ്യക്തമായ വഞ്ചനയല്ലേ? പ്രഖ്യാപിച്ചതിൽ നിന്ന് എത്രയോ ദൂരത്തേക്ക് പോയിരിക്കുന്നു ഫലത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇവിടെ ബഹുമാനായ മുഖ്യമന്ത്രി അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പറഞ്ഞത് സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ പോകാം എന്നുള്ള നിലയിലാണ്. തീർത്ഥാടനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ദൂരെയുള്ള പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നതെല്ലാമാണല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓർഡിനറിയിൽ മാത്രമാക്കി ഇത് ചുരുക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനൊരു പ്രഖ്യാപനം നടത്താൻ കഴിയാത്ത ഒരു കാര്യം എന്തിനാണ് പ്രഖ്യാപിച്ചത്? അപ്പം ഓർഡിനറി യാത്രയ്ക്ക് മാത്രം സൗജന്യം എന്ന നിലയിലേക്ക് വരുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിടുകയും അതിൻ്റെ ഭാഗമായി ജനങ്ങളെ സ്വാധീനിക്കുകയും ജനങ്ങളുടെ വോട്ട് നേടുകയും ചെയ്തതിന് ശേഷം അധികാരത്തിലെത്തിയിട്ട് ആ ജനങ്ങളോടൊരു പ്രതിബദ്ധത കാണിക്കാതെ വഞ്ചനാപൂർവമായിട്ടുള്ള സമീപനം, കണ്ണിൽ പൊടിയിടുന്ന നിലയിലുള്ളൊരു സമീപനമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. തീർച്ചയായും നടത്തിയ പ്രഖ്യാപനവും നടപ്പിലാക്കിയ തീരുമാനവും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ജനങ്ങൾ അത് ഉൾക്കൊണ്ടതെങ്ങനെയാണ്, പക്ഷേ ഇപ്പോൾ എന്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ചിന്താജനം അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഇരിക്കാൻ സമയം കൊടുക്കൂ എന്ന് ഈ സർക്കാരിനോട് നമ്മൾ, അല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ബഹുമാന്യായ മുഖ്യമന്ത്രി പലപ്പോഴായി പറയാറുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും അധിക ബാധ്യത 800 കോടി പ്രതിപക്ഷം ഉണ്ടാകാവുന്ന ബാധ്യത നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. നേരത്തെ KB ഗണേഷ് കുമാർ തന്നെ ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയതാണ്. പ്രതിമാസം ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവ് എങ്ങനെയാണ് സർക്കാർ അതിനെ
പരിഗണിക്കുകയും കൈയഴിഞ്ഞ് അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 57 കോടി രൂപ പ്രതിമാസം ആദ്യഘട്ടത്തിൽ വരികയാണ്. അപ്പോൾ അത്രയും നമ്മുടെ KSRTC അറിയാമല്ലോ, ആ അവസ്ഥയിൽ പോലും അത് പരിഗണിക്കാൻ ഒരു സർക്കാർ തയ്യാറാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ശ്ലാഘിക്കണ്ടേ? അപ്പോൾ ഈ പ്രതിസന്ധിയെക്കുറിച്ചെല്ലാം തെരഞ്ഞെടുപ്പ് വേളയിലും അറിയാമായിരുന്നല്ലോ കോൺഗ്രസിനും UDF-നും. അപ്പം നടത്താൻ കഴിയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി ജനങ്ങൾക്ക് മുമ്പിലേക്ക് എന്തിനാണ് അങ്ങനെ ഒരു വാഗ്ദാനം മുമ്പോട്ട് വച്ചത്? കാരണം ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്തുണ്ടായിരുന്ന KSRTCയുടെ സ്ഥിതി എന്തായിരുന്നു? പെൻഷനും ശമ്പളവും മുടങ്ങിക്കിടന്ന അവസ്ഥ, KSRTC ജീവനക്കാർ അനുഭവിച്ച പ്രതിസന്ധികൾ, അതിനെല്ലാം ഒരു മാറ്റമുണ്ടായത് 10 വർഷക്കാലത്തെ സഖാവ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അത് KSRTC ജീവനക്കാരുള്ള കുടുംബാംഗങ്ങൾക്ക് നേരിട്ട് ബോധ്യമായിട്ടുള്ളതാണ്. ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ KB ഗണേഷ് കുമാർ അതിൻ്റെ വിശദാംശങ്ങൾ വിവരിച്ചിരുന്നു. അതിൻ്റെ സർക്കാർ അകമഴിഞ്ഞ പിന്തുണ നൽകുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് KSRTC ജീവനക്കാർക്ക് മുടക്കമില്ലാതെ ശമ്പളം നൽകാനും പെൻഷനകത്ത് പ്രതിസന്ധി ഇല്ലാതെ പോകാനും കഴിഞ്ഞത്. അങ്ങനൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് ഇത്തരം ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഇപ്പോൾ പറയുന്നത് ഇത് കൂടുതൽ പഠിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാമെന്നാണ്. അപ്പോൾ വ്യക്തമായി പഠിക്കാതെയാണോ ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയത്? അപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്ത് പ്രഖ്യാപനവും നടത്താൻ പറ്റാത്ത കാര്യങ്ങളും പ്രഖ്യാപിക്കാം. കേരളത്തെ സംബന്ധിച്ച് ഇത്ര അധികം സാക്ഷരമായ ഒരു സമൂഹത്തിലെ ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനം നടത്തുക, എന്നിട്ട് പിന്നീട് അത് ഓർഡിനറി ബസ്സിലാക്കി ചുരുക്കുക എന്നുള്ളതാണ് വഞ്ചനാപൂർവ്വമായിട്ടുള്ള സമീപനമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. തീർച്ചയായും ചിന്ത. ഇപ്പോൾ T. ഗോപിനാഥൻ, പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി, ഇപ്പോൾ തത്സമയം അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ കൂടി കേട്ട ശേഷം അഖിലിലേക്കും ഒപ്പം വരാം. പരിഗണിക്കുമ്പോൾ 10 രൂപയിലധികം ഡീസൽ വില വർദ്ധിച്ചു. ഇപ്പൊ 8 രൂപ വർദ്ധിച്ചു. ഇതിനു മുമ്പ് ഈ സോഷ്യൽ സെക്യൂരിറ്റി സെസ് എന്ന പേരിൽ 2 രൂപ പിന്നെയും വർദ്ധിപ്പിച്ച 10 രൂപ ഡീസലിൽ വിലയിൽ മാത്രം അധികം ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ യാത്രാ നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിഷയമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന് എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനും വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാകും. നാളെ ഞങ്ങളുടെ യോഗത്തിൽ ഞങ്ങൾ അതിനാവശ്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇതില് എന്ത് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഈ ഓർഡിനറി ബസ്സുകൾ എല്ലായിടത്തും ഇല്ല. തീർച്ചയായും ആ ജനവിഭാഗത്തിന്റെ ആശങ്ക, കൺസേൺ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ജയസഖിൽ നോക്കൂ, 100 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഈ പ്രൈവറ്റ് ബസ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അവരെ കൈയൊഴിഞ്ഞുകൊണ്ട് അവർ ഈ ഒരു പദ്ധതിക്ക് എതിരല്ല എന്ന് T. ഗോപിനാഥ് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കൊരു കരുതലുണ്ടാകണം, അവർക്ക് പാക്കേജ് ഉണ്ടാകണം. അങ്ങനെ എന്തെങ്കിലും സർക്കാരിന്റെ മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെ ഈ പഠിക്കുക എന്ന് പറയുന്നത് ചിന്ത പറയുന്നത് പോലെ ഇതിനകത്ത് ഞങ്ങളൊന്നും മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല, ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള അത്തരം പ്രൈവറ്റ് ബസ് ഓണേഴ്സിൻ്റെ ആശങ്കകൾ ഉണ്ടെങ്കിൽ അത്തരം ആശങ്കകൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഉൾപ്പെടെ കേൾക്കുക എന്നുള്ളതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എടുത്തിരിക്കുന്ന നയം, കേരളത്തിലെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ എടുത്തിരിക്കുന്ന നയം. എന്തായാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആ പദ്ധതി പരിപൂർണമായി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് സൗജന്യമായിരിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് മേഖലയിൽ പ്രൈവറ്റ് മേഖലയിൽ എടുക്കുന്ന പ്രൈവറ്റ് ബസ് ഉടമകൾക്കും അവരുടെ വരുമാനത്തെ ബാധിക്കാതെ അവരുടെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്ന രീതിയിൽ അവരുടെ കുടുംബം പട്ടിണിയാകാത്ത രീതിയിലും ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. വളരെ കൃത്യമായി തന്നെ അത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇതിനകത്തുള്ള ഏറ്റക്കുറിച്ചിലുകൾ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ പഠനത്തോടു കൂടി തന്നെ അത് മുന്നോട്ട് പോകും. അത്തരം തീരുമാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ചിന്ത പറഞ്ഞൊരു കാര്യത്തിനോട് മറുപടി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ചിരുന്ന പിണറായി വിജയൻ സർക്കാർ ഈ പറയുന്നത് പോലെ മിന്നൽ വേഗത്തിൽ നടപ്പിലാക്കി ഒരു പദ്ധതി പറയാൻ കഴിയുമോ? മിന്നൽ വേഗത്തിൽ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്കും കുട്ടികളുമായി നടപ്പിലാക്കിയ ഏതെങ്കിലും ഒരു സംരക്ഷണം അല്ലെങ്കിൽ സൗജന്യ സിസ്റ്റം എന്തെങ്കിലും പറയാൻ ഒരു പദ്ധതി പറയാൻ കഴിയുമോ? ഈ ആകെ പറയാൻ കഴിയുന്നത് കേരളത്തിലെ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ലായിരുന്നു എന്നുള്ള കാര്യം മാത്രമാണ്. കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് പരാതി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലത്ത് നിന്നും കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുക, കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് കേരളത്തിലെ കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന തീരുമാനം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗവൺമെന്റിന്റെ ഹണിമൂൺ പീരീഡാണിത്. ഈ ഗവൺമെന്റ് അധികാരത്തിലേറ്റ് ഇന്ന് 1 മാസം പോലും തികഞ്ഞിട്ടില്ല. ആദ്യഘട്ട പദ്ധതിക്ക് ഞങ്ങൾ അംഗീകാരം ഈ 15-ാം തീയതി വരികയാണ്. സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, പറഞ്ഞതുപോലെ നടത്താൻ ശ്രമിക്കുകയാണ്. അത് നടത്താൻ ശ്രമിക്കുന്ന സമയത്ത്
ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ആ ആശങ്കകൾ കേട്ട് അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. പൊളിറ്റിക്കലി അതിന്റെ ഉത്തരം ചിന്ത പറയേണ്ടതാണ്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾക്ക് നമുക്ക് പോകാതിരിക്കാനും കഴിയില്ല. ശ്രീ MG രാഹുൽ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ പ്രതിനിധിയാണ്. അപ്പോൾ അവിടെ നടക്കുന്ന ദൈനംദിന ചെലവുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഹ്യം എന്തായാലും അങ്ങേക്ക് ഉണ്ടാകും. കാരണം 3.5 കോടി രൂപ പ്രതിദിനം ഈ ഇന്ധന ചെലവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ള കാര്യം സത്യമായിട്ട് വസ്തുതയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഈ 800 കോടി സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയും വൈറ്റ് പേപ്പറിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ? അതിനെന്തെങ്കിലും ഒരു മാജിക് പദ്ധതി എന്തെങ്കിലും ഈ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടാകുമോ? എന്താണ് KSRTCയിലെ സ്ഥിതി വെച്ച് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതുപോലെ തന്നെ അനുബന്ധ മറ്റ് ബദൽ വരുമാനങ്ങൾ KSRTCയിൽ നിന്നും ഉണ്ടാകും ഉറപ്പാക്കും കൂടി ചെയ്യുമ്പോൾ എന്താണ് യഥാർത്ഥ വസ്തുത ഇന്നത്തെ KSRTCയിലെ? അല്ല, ഇതിനകത്ത് ഇപ്പൊ ഒരു വലിയ പ്രശ്നമായി ഞങ്ങൾ നോക്കി കാണുന്നില്ല. ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിന്റെ ഭാഗമാണ് പൊതുയാത്രാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക, ഒപ്പം യാത്രാ സൗജന്യം നൽകുക എന്ന് പറയുന്നത്. ഒരു ചെറിയ കാര്യമല്ല. അത് ഗവൺമെന്റ് എന്തായാലും അതിലൊരു മുൻകൈ എടുക്കുന്നു. അത് UDF-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാഷ്ട്രീയമായ ഒരു വിജയത്തിന് വലിയ ഒരു ആനുകൂല്യം നൽകിയ ഒരു പദ്ധതിയാണ്. ഏത് പേരിട്ട് വിളിച്ചാലും ശരി, അതൊരു കേരളത്തിൽ ഇതുവരെ ഇല്ലാത്തതും എന്നാൽ ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ ഒരു പദ്ധതിയാണ്. അതിലൊരു തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഓർഡിനറി സർവീസുകൾ എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓർഡിനറി ആയാൽ പോലും ഒരു മാസം 65 കോടി മുതൽ 70 കോടി രൂപ വരെ സ്വാഭാവികമായ ഒരു മാസത്തെ വരുമാന നഷ്ടം KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അത് 750 കോടി രൂപ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന 124 കോടി രൂപയ്ക്ക് പുറമെ അധികമായി ഗവൺമെന്റിന് കണ്ടെത്തേണ്ടിയും വരും. അങ്ങനെ കണ്ടെത്തേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു വാഗ്ദാനം, അത്രത്തോളം സാമ്പത്തികം ചെലവഴിക്കാനില്ല എന്നൊരു ധാരണയിൽ അങ്ങനെ ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിപ്പോ അവർ പറഞ്ഞും പോയി, ഇത് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചും പോയി, നടപ്പിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യവും അവരുടെ മുമ്പിൽ വന്നുപെട്ടു. സ്വാഭാവികമായി ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ബഡ്ജറ്ററി പ്രൊവിഷനായി, ബഡ്ജറ്റ് വരാൻ പോകുന്നേ ഉള്ളൂ, ബഡ്ജറ്ററി പ്രൊവിഷനായി ഈ ശമ്പളത്തിനും പെൻഷനുമുള്ള 124 കോടി രൂപയ്ക്ക് പുറമെ ഇതിന് വിഴുകാനും കഴിയില്ല, തുപ്പാനും കഴിയാത്ത അവസ്ഥയിലാണോ? ഏതാ എന്താണ്? അതായത് അങ്ങ് വിഴുങ്ങാനും കഴിയുന്നില്ല, അങ്ങ് തുപ്പിക്കളയാനും കഴിയാത്ത അവസ്ഥയിലാണോ ഈ പ്രഖ്യാപനം? അല്ല, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, KSRTCക്ക് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഏറ്റെടുത്ത് ചുമലിലേറ്റാൻ ഉള്ള യാതൊരു വിധത്തിലുള്ള ശേഷിയുമില്ല, അതായത് ആരോഗ്യമില്ല, സാമ്പത്തിക ആരോഗ്യം അനുവദിക്കുന്നില്ല. എന്നാൽ ഞങ്ങളുടെ വിഭവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളമുണ്ട്. അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് ഇപ്പൊ സ്വകാര്യ മേഖലയിലെ മോട്ടോർ മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണത്തെ ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ പൊതുഗതാഗതം എന്ന നിലയിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നതും പിന്നെ അത് KSRTC ആയി മാറുന്നതും. അപ്പോ സ്വാഭാവികമായി KSRTC അത് കടന്നു വന്ന ഇത്രയും കാലത്തെ 965 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഏറ്റവും വലിയ സഞ്ചിത നഷ്ടമാണ് ഇപ്പൊ 2800 കോടി രൂപ പുറത്തു കൊടുക്കാനുള്ള വായ്പ നിൽക്കുന്നത്. ഇപ്പൊ KSRTC അതിന്റെ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് ആണ് ഇപ്പോ കഴിഞ്ഞ 2-3 വർഷക്കാലമായി കാഴ്ചവെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരമാവധി 14 കോടി രൂപ വരെ വരുമാനം ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി KSRTC മാറിയിട്ടുണ്ട്. അത് മാനേജ്മെന്റ് തലത്തിലായാലും തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷി വിനിയോഗിക്കുന്നതിലായാലും പരമാവധി വരുമാനം ഉറപ്പാക്കുന്ന കാര്യത്തിലായാലും എല്ലാം നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പെർഫോം ചെയ്യുമ്പോൾ പോലും KSRTCക്ക് വരവും ചെലവും തമ്മിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ് ഗവൺമെന്റ് ആണ്, LDF-ന്റെ ഗവൺമെന്റ് 124 കോടി ഒരു മാസം ശമ്പളത്തിനും പെൻഷനും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം പിന്നെ ഈ ഒരു ബാധ്യത കൂടി KSRTC എന്ന നിലയിൽ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു ആരോഗ്യമില്ല. അത് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പദ്ധതി ഗവൺമെന്റിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഗവൺമെന്റ് തന്നെ അതുമായി ബന്ധപ്പെട്ട പണം ചെലവഴിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ മറ്റു പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. തീർച്ചയായും അതാണ്. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അടക്കം ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പോലെ എന്താണ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം വളരെ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. അതിന് മറുപടി ചിന്താ ജെറോം നൽകും. ചിന്താ ജെറോം, നോക്കൂ, ഈ പദ്ധതി പ്രഖ്യാപനം കേട്ട സമയം മുതൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അനൗൺസ് ചെയ്യുന്ന സമയം മുതൽ ഉള്ള പ്രതികരണങ്ങൾ സ്ത്രീകളുടെ ഒരു വലിയ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോട് ഉറ്റുനോക്കുകയാണ്. ശരാശരി 30 രൂപ.
അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലും ബസ് യാത്ര ചെയ്യുന്ന തൊഴിലിന് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ദിവസം പ്രതിദിനം ഒരു 30 രൂപയാണെങ്കിൽ അവർക്ക് സേവ് ചെയ്യാം. 900 രൂപ അവർക്ക് സേവ് ചെയ്യാൻ കഴിയുന്നു എന്നത് വളരെ വലിയൊരു കാര്യമാണ്, നിശ്ചിത വരുമാനമുള്ള ആളുകൾ. അപ്പോൾ ഈ സർക്കാർ ഒരു ഇരുത്തം വന്നിട്ടില്ല, നേരെ ചൊവ്വയൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു തുടക്കത്തിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് പ്രതിപക്ഷത്തിനൊരു കയ്യടി കൊടുക്കാൻ കഴിയാതെ പോകുന്നു? ഒപ്പം നേരത്തെ ശ്രീ അഖിൽ ചോദിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രഖ്യാപനമാണ് എന്ന ചോദ്യത്തിന് കൂടി മറുപടി. പിണറായി വിജയൻ ഗവൺമെൻറ് നൽകി വന്ന 1000 രൂപ സ്ത്രീകൾക്ക് കിട്ടുന്നത് തന്നെ മുടക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് തുടക്കത്തിൽ തന്നെ പോകുന്നത്. എന്നിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത്. രസകരമാണ് ആ ചോദ്യം. കാരണം കേരളത്തിലെ സ്ത്രീജനങ്ങൾ നേരിട്ട് അനുഭവിച്ചതാണല്ലോ ഈ കാലഘട്ടത്തിൽ 10 വർഷക്കാലത്തിനിടയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മുന്നോട്ട് വച്ചു എന്നുള്ളത്. ക്ഷേമ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും വളരെ എടുത്തു പറയാൻ കഴിയുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങളല്ലേ നടത്തിയിട്ടുള്ളത്. ഇപ്പം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മുതൽ വീട്ടമ്മമാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ആകെ പിടിച്ചു നിർത്താൻ കഴിയുന്ന നിലയിലേക്ക് ലൈഫ് പോലെയുള്ള പദ്ധതികളിലെല്ലാം അതിൻ്റെ എല്ലാം ഗുണഭോക്താക്കളായി മാറുന്നത് സ്ത്രീകൾ തന്നെയാണല്ലോ. അപ്പോൾ മിന്നൽ വേഗത്തിൽ നിങ്ങൾ നടപ്പിലാക്കിയ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ വളരെ കൺസിസ്റ്റൻ്റായുള്ള പദ്ധതികളാണ് നടപ്പിലാക്കിയത്. വളരെ ദീർഘകാല അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും അതേപോലെ തന്നെ ഇപ്പം യാത്രയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി എന്ന് ഞാൻ വാർത്ത കണ്ടു. യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇത്രയധികം വിസിബിലിറ്റി കേരളത്തിനകത്ത് നൽകാൻ കഴിഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാല ഭരണത്തിനിടയിലല്ലേ. ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് പോലെയുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്നത് ആ സമയത്തല്ലേ. ട്രാൻസ്ജെൻഡേഴ്സിനെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ജസ്റ്റിസ് ബോർഡിനകത്ത് എടുക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നു. അതെല്ലാം ആ കാലത്തല്ലേ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നുള്ള നിലയിൽ ഇങ്ങനൊരു കാര്യം ഇപ്പോൾ ചെയ്യുമ്പോൾ അതും ഞാൻ പറഞ്ഞതുപോലെ പ്രഖ്യാപനം 1 ഇവിടെ ഇപ്പം നടത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ വാഗ്ദാനം 1 പ്രഖ്യാപനം 1 എന്ന നിലയിലേക്ക് മാറുകയാണ്. 5 ഇനം എന്ന് പറഞ്ഞത് അതൊരു വഞ്ചനയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പക്കാർക്ക് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ നൽകുമെന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങളുമെല്ലാം ഇനിയിപ്പോൾ എന്തായി തീരും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഞാനിതിനെ വളരെ ഗൗരവമായൊരു പ്രതിസന്ധിയായി കാണുന്നത് ഒരു കാര്യം ഞാൻ ഒറ്റ കാര്യം കൂടി, ഈ സർക്കാർ പറഞ്ഞുവല്ലോ, ഇപ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ. ചവിട്ടിപ്പിടിക്കാമായിരുന്നു ഇത്തരം പദ്ധതികളെ, ഒന്ന് ചവിട്ടിപ്പിടിക്കാം. നമ്മളീ പറയാമല്ലോ, എന്തെങ്കിലുമൊക്കെ സമിതിയൊക്കെ രൂപീകരിച്ച് പഠനമൊക്കെ നടത്തി ആ സമിതിയെ നമുക്ക് വൈകിപ്പിക്കാം, അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊന്നും ചവിട്ടിപ്പിടിക്കാതെ ഒരു തുടക്കത്തിലേക്ക് തന്നെ പോകുന്നു. അതേ മുഖ്യമന്ത്രി വന്ന് പറയുന്നു, ഞങ്ങൾ അതിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ പോവുകയാണ്, ആ സർക്കാർ ഏറ്റെടുത്തുകൊള്ളാം. നമുക്കറിയാമല്ലോ KSRTC ആയി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിൽ ശുപാർശകൾ വരുമ്പോഴും ധനവകുപ്പ് ഒരു പക്ഷേ അങ്ങ് അകമഴിഞ്ഞ് സഹായിക്കാൻ, അല്ലെങ്കിൽ ചെറിയൊരു ഒരു മന്ദതയിലേക്കൊക്കെ പോയിരുന്നു. അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്, യാഥാർത്ഥ്യങ്ങളാണ്. എങ്ങനെ ചവിട്ടിപ്പിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. കാരണം അനർഹമായൊരു തോൽവി ഇടതുപക്ഷത്തിന് നൽകുന്നതിനകത്ത് പ്രധാനമായ പങ്ക് വഹിച്ചത് ഇത്തരത്തിലുള്ള വളരെ ഉപരിതലത്തിൽ നിൽക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് UDF നടത്തിയ ഒരു പ്രചരണവും കനകോലുവിൻ്റെ തന്ത്രവും എല്ലാം അല്ലേ. വ്യാജ പ്രചരണങ്ങൾ നടത്തിയല്ലേ ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനം നടത്തിയ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു പരിശ്രമമൊക്കെ നടത്തി കപടമായ ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ചു, അനാവശ്യമായ പല കാര്യങ്ങളും പ്രചരിപ്പിച്ചു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നു. അപ്പോൾ ആ വാഗ്ദാനങ്ങളൊക്കെ പിന്നീട് ചെയ്യാതിരിക്കാൻ പറ്റും. അങ്ങനെ കേരളീയ സമൂഹം ഇതെല്ലാം മനസ്സിലാക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ചവിട്ടിപ്പിടിക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം നിങ്ങളെപ്പോലെ തന്നെ കണ്ണു തുറന്നിരിക്കുന്ന മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ. ജനങ്ങൾ വളരെയധികം ഇത്തരം കാര്യങ്ങൾ, പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചവിട്ടിപ്പിടിക്കാനൊന്നും കഴിയില്ല. പിന്നീട് വളരെ തന്ത്രപൂർവ്വം വഞ്ചനാത്മകമായൊരു സമീപനം ഇതിനകത്ത് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഞാനിതിനകത്ത് വളരെ ഗൗരവമായി കാണുന്ന ഒരു കാര്യം, ഒരുപക്ഷെ ഇതിൻ്റെ പിന്നിലുള്ള എന്തൊക്കെയാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയാസ്പദമാണ്. കാരണം KSRTCയെ തകർക്കുക എന്നൊരു അജണ്ട കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? ഭാവിയിൽ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെ KSRTCയുടെ സ്വകാര്യവൽക്കരണത്തിലേക്ക് വരെ ഇത് നയിച്ചേക്കുമോ എന്നുള്ള കാര്യമെല്ലാം ഭാവിയിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എത്തിച്ചേരാൻ കഴിയുന്ന വിധത്തിലേക്ക് പോലും പോയേക്കാവുന്ന നിലയിൽ ഇപ്പം പഠനം നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ? കാരണം ഏറ്റവും പ്രതിഷേധിക്കാൻ തീക്ഷ്ണമായ രീതിയിൽ പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു പ്രതിപക്ഷം അവിടെ നിൽക്കുകയാണ്.
മാത്രമല്ല മുഖ്യമന്ത്രി വന്ന് പറയുന്നു, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വെറും മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹം ധനവകുപ്പിന്റെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമോ? അങ്ങനെ കാണിക്കുമോ? അല്ല, മണ്ടത്തരം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു പൊതു നിലപാട് രാജ്യവ്യാപകമായി നമുക്കറിയാമല്ലോ. കോർപ്പറേറ്റ് അനുകൂല നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഈ പ്രൈവറ്റൈസേഷനെയൊക്കെ രാജ്യത്ത് ആദ്യം നടപ്പിലാക്കിയത് ആരാണ്? കോൺഗ്രസ് ആണ്. അപ്പോൾ കേരളത്തിനകത്തും അത്തരത്തിൽ KSRTC സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഒരുപക്ഷെ മനസ്സിലുണ്ടായേക്കാം. അല്ല, ഇതെൻ്റെ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നതാണ്. കാരണം അല്ലെങ്കിൽ വ്യക്തമായി ഇപ്പം ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് KSRTC എത്ര വലിയ പ്രതിസന്ധിയെ നേരിട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിൽ നിന്നും KSRTC മെച്ചപ്പെടുത്തി വളരെ മികച്ച വിധത്തിൽ മുമ്പോട്ട് വേണ്ടി ഇപ്പം KSRTC ജീവനക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റ് അദ്ദേഹം സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ കാലത്ത് KSRTCക്ക് ഉണ്ടായ ഒരു മുമ്പോട്ടുള്ള പോക്കിനെ പറ്റി. അപ്പോൾ ഏതായാലും ഒന്നുകിൽ നിങ്ങൾ വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനം പൂർണ്ണമായി നടപ്പിലാക്കണം. തീർത്ഥാടനത്തിന് പോകാൻ അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോകാൻ കഴിയുമെന്ന് പറയുന്നു. KSRTC ബസ്സിനകത്ത് കയറി അവിടെ യാത്ര ചെയ്യുന്ന ആളുകളോട് പറയുന്നു. എന്നിട്ട് അത് ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി ചുരുക്കുകയാണ്. ഓർഡിനറി ബസ് എന്ന് പറഞ്ഞാൽ മലബാർ മേഖലയിലൊക്കെ വളരെ ചുരുക്കം ബസ്സുകൾ മാത്രമാണ്. ഇപ്പം കണ്ണൂരിൽ നിന്ന് കയറിയാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് തലശ്ശേരി വരെ പോകാൻ കഴിയുമായിരിക്കും. അപ്പം എത്ര ദിവസം എടുക്കും വേളാങ്കണ്ണിയിൽ തീർത്ഥാടനത്തിന് പോകണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകണമെങ്കിൽ? അപ്പം ദിവസങ്ങൾ നീളുന്ന യാത്ര ഓരോ ഓർഡിനറി ബസ്സും കയറി ഇറങ്ങി സ്ത്രീകൾ പോകണം എന്നുള്ള നിലയിലാണോ അന്ന് പ്രഖ്യാപിച്ചത്? അപ്പോൾ വാഗ്ദാനവും പ്രഖ്യാപനവും രണ്ടും രണ്ടായി മാറിയിരിക്കുന്നു. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം തന്നെയാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ലക്ഷ്യങ്ങൾ വല്ലതും കോൺഗ്രസിനുണ്ടോ UDF-നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടി. തീർച്ചയായും ജയസഖിൽ ഇതൊരു ചെപ്പടി വിദ്യയാണോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. നമുക്ക് ഇത് സാമ്പത്തികമായി നോക്കുക. കാരണം ഉണ്ടാകാൻ പോകുന്ന ചില ആശങ്കകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ സാമ്പത്തികമായി വളരെ ആസൂത്രണ ബോർഡിലൊക്കെ മുൻപിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഈ ഗതാഗത വകുപ്പിന്റെ ചുമതലയിലേക്ക് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു മാജിക് കാട്ടാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? പക്ഷേ അപ്പോഴും എന്താണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്രയധികം കോടി രൂപ വരികയാണ്. പെൻഷൻ കൊടുക്കണം, ശമ്പളം പ്രതിമാസം കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, 800 കോടി എന്ന വരുമാനം അത് എങ്ങനെ നികത്തും എന്നൊക്കെയുള്ള കാര്യം. മാത്രമല്ല ഇനി വയോജന വകുപ്പ് ഒരു പ്രത്യേക വകുപ്പായി രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അത് അവിടെയൊന്നും നമുക്ക് കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല. ആളുകളോട് പറഞ്ഞ കാര്യങ്ങൾ നീതി പുലർത്തണം. ആ വകുപ്പിന് പുതിയ വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അപ്പോൾ അധിക ബാധ ഇങ്ങനെ ഉരുണ്ടുകൂടുകയാണ്. അതിന് ഇടയിൽ ഇതിനൊരു നിലനിൽപ്പുണ്ടാകുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്ത്രീകൾ ചോദിക്കുന്ന നിലനിൽപ്പ് വേണം, അതിന് ഉപാധിരഹിതം എന്ന രീതിയിലൊക്കെ തന്നെ പറയുമ്പോഴും നിലനിൽപ്പ് അത് നൽകുമോ, അത് കിട്ടുമോ ഇവിടുത്തെ സ്ത്രീകൾക്ക്? പ്രതീക്ഷ, വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് മുന്നിലേക്ക് കോൺഗ്രസ് ഉന്നയിച്ച ഈ പദ്ധതി പ്രകാരം അത് കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ കൃത്യമായിട്ട് പ്രതീക്ഷ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് സമയം കോൺഗ്രസിന് ആവശ്യം പോലെ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം പാലിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്ത ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചിന്തയുടെ ആഗ്രഹവും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഗ്രഹവുമാണ് പറഞ്ഞത്. ഈ പ്രൈവറ്റൈസേഷനും ഈ പറയുന്നത് പോലെ KSRTC നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതൊക്കെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഏതെല്ലാം മേഖലയെ ഏതെല്ലാം രീതിയിൽ സഹായിക്കണം, ഏതെല്ലാം മേഖലയിൽ വളർച്ച കൊണ്ടുവരണം, എങ്ങനെയാണ് ജനങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തേണ്ടത്, ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതൊക്കെ കൃത്യമായ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ അതേ വാചകം തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരളത്തിലെ കോൺഗ്രസ് വിസ്മയങ്ങൾ ഉണ്ടാക്കിയിരിക്കും, എന്നൊരു സംശയം വേണ്ട. എങ്ങനെ ഈ സാമ്പത്തിക ഭദ്രത നടപ്പിലാക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ധവളപത്രം പോലും എന്തുകൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക്. പുതിയ ബസ്സുകൾ നമുക്ക് വാങ്ങിക്കണം, ഓർഡിനറി ബസ്സുകൾ. നിങ്ങൾ പറയുന്നതാണ് മലബാറിലെ സാഹചര്യം നോക്കുക. അവിടെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ജനങ്ങൾ അവിടെ പ്രൈവറ്റ് മേഖലയാണ്. ആ പ്രൈവറ്റ് ബസ് അവരുടെ ബുദ്ധിമുട്ട് അവർ തുറന്നു പറയുന്നു. അവിടേക്ക് അപ്പോൾ കൂടുതൽ ബസ്സുകൾ ഓടിക്കണം. ഈ 15 വർഷം പൂർത്തിയാക്കിയിട്ടുള്ള ബസ്സുകൾ, അത് പുതിയ ബസ്സുകൾ വാങ്ങണം. ഇതൊക്കെ നമ്മൾ ഈ മാനത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും 1ാം ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ 15-ാം തീയതി മുതലുള്ള പദ്ധതി ഉദ്ഘാടനത്തിന്റെ ഒരു 1ാം ഘട്ടം മാത്രമാണ്. ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മേഖലയിലുള്ള അപാകതകൾ, മറ്റ് ആളുകളുടെ പരാതികൾ, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വകുപ്പ് തലത്തിലുള്ള പരാതികൾ, ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അത് എങ്ങനെ ഈ പദ്ധതി മികച്ച രീതിയിൽ നടപ്പിലാക്കാമെന്നുള്ള ഉത്തമ പഠനത്തിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഞാൻ പറയട്ടെ, ഇതൊരു പഴയ കാലഘട്ടം ഒന്നുമല്ല. ഇപ്പോൾ U-ടേൺ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വിലയിരുത്താനും യൂട്യൂബിന്റെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രയും വിപുലമായ ഒരു കാലഘട്ടമാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്ന് തിരുവഞ്ചൂര് കൊണ്ടുവന്നതാണ്.
+2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യം. പിന്നീട് അതിനത് പിന്തിരിഞ്ഞു പോകേണ്ടി വന്നു. അപ്പോൾ യാഥാർത്ഥ്യങ്ങൾ പച്ചയായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. അത് ഞാൻ പ്രതീക്ഷ അതാ പറഞ്ഞു വരുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഈ രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് ജനങ്ങളുടെ മുന്നിൽ ഈ വാഗ്ദാനം പറയുന്നത്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാതൃഭൂമിയുടെ ഈ ഫ്ലോറിൽ വന്നിരുന്ന ഈ ചർച്ചയുടെ ഭാഗമായി പറയുമ്പോൾ നാളുകളിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായി യൂട്യൂബിൽ തപ്പിയെടുത്ത് നേരെ എനിക്കെതിരെയും പറയാൻ കഴിയും. അപ്പോൾ ഞാൻ പറയുന്നത് കൃത്യമായ ബോധ്യത്തോടു കൂടി എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ഞങ്ങൾക്ക് വ്യക്തമായ പ്ലാനിങ് ഞങ്ങൾക്കുണ്ട്. കുറച്ച് ആശങ്കകളുണ്ട്. ആ ആശങ്കകളും ഉൾപ്പെടെയുള്ള മറ്റാളുകളുടെ ആശങ്കകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കാനും ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാനും അതിന് കുറച്ചൊരു കൂളിംഗ് പീരീഡിന് അപ്പുറത്തേക്ക് ചെറിയ സമയത്തിന്റെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി എടുക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് 256 ദിവസം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ ആശാ വർക്കർമാർ സമരം ചെയ്ത് നമ്മൾ കണ്ടതാ. ഈ ഗവൺമെന്റ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവരെ ഒന്ന് കാണാൻ പോലും തയ്യാറായിട്ടില്ല. ഈ ഗവൺമെന്റ് ഈ കൂളിംഗ് പീരീഡിലാണ് 3000 രൂപ അവർക്ക് വേതനം വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ ധനസഹായം കൊടുക്കാൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ ചിന്ത പറഞ്ഞതുപോലെ തന്നെ 5 ലക്ഷം രൂപ പലിശരഹിതമായി അവർക്ക് തൊഴിൽ സംരംഭകർക്ക് തൊഴിൽ ആരംഭിക്കാനുള്ള സാമ്പത്തിക സഹായത്തിന് ഉൾപ്പെടെ ഈ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളത് തന്നെയാണ് തീർച്ചയായും. ലാസ്റ്റ് കമന്റ് ചിന്ത, ഈ പ്രയോറിറ്റി സർക്കാർ പരിഗണിക്കുന്നു എന്ന ഒരു തോന്നലിലേക്ക് ജനങ്ങൾക്ക് തോന്നുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ലാസ്റ്റ് വളരെ ചുരുക്കി. അല്ല, ഇപ്പൊ ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞു. എത്ര രൂപയാണ് ഇവർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവർ വാഗ്ദാനം പറഞ്ഞത് എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചതെന്നുള്ളത് അറിയാം. 3000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ബാക്കി വർധനവെല്ലാം ഓരോ ഘട്ടത്തിലും നടപ്പിലാക്കിയത് LDF ഗവൺമെന്റ് ആണ് എന്നുള്ള വസ്തുത കൂടി കാണണം. അപ്പം വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ പോലും അവരെ ഒന്ന് കാണാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ്. ഒരു വനിത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മുടി മുറിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് എത്ര വർധനവ് നൽകും എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഓരോ കാര്യത്തിലും എങ്ങനെയാണ് പുകമറ പോലെ വാഗ്ദാനങ്ങൾ നൽകുക, എന്നിട്ട് അധികാരത്തിൽ എത്തിക്കഴിയുമ്പോൾ അതിന്റെ അറ്റം ചെയ്തുകൊണ്ട് ഞങ്ങളിതാ എല്ലാം ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കുക. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് എത്ര നാൾ മുമ്പോട്ട് പോകാൻ കഴിയും? തീർച്ചയായും ഇതിനകത്ത് ജനങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കും. ജനങ്ങളെ അങ്ങനെ എല്ലാ കാലത്തും നിങ്ങൾക്ക് കബളിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓരോ പ്രഖ്യാപനങ്ങൾ വരുമല്ലോ, എന്തുകൊണ്ട് ആ കിട്ടിക്കൊണ്ടിരുന്ന 1000 രൂപ മുടക്കി, അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അതുപോലെ തന്നെ പലിശരഹിത വായ്പ എന്ന് പറയുന്നത് എല്ലാത്തിനകത്തും ഓരോ ലൂപ്പ് ഹോൾസ് ഇട്ടുകൊണ്ട് ഇപ്പോൾ KSRTC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഓർഡിനറി മാത്രമാക്കുമ്പോൾ അത് എത്രമാത്രം ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമാണ്, വഞ്ചിക്കുന്ന സമീപനമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുകയാണ്. ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. ആശാവർക്കർമാരുടെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ 3000 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. അപ്പം ഇതിലെല്ലാം നാം കാണുന്നത് വലിയ തോതിൽ ജനങ്ങളെ കബളിപ്പിക്കുകയും കണ്ണിൽ പൊടിയിടുകയും ചെയ്യാനുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും. തീർച്ചയായും. വളരെയധികം നന്ദി ജെ സഖിൽ, ഒപ്പം ചിന്താ ജെറോം, ശ്രീ MG രാഹുൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.